Hi, എന്തൊക്കെയുണ്ട് വിശേഷം? Today is one of those days when I wanted to share a very old memory with all of you. എനിക്ക് തോന്നുന്നു ഒരു 10-12 ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, ഒരു ഓൾമോസ്റ്റ് 10 വർഷത്തിന് മുൻപ് ഞാൻ ചെന്നൈയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ അന്ന് എന്തോ കോളേജിൽ ഇച്ചിരി ലേറ്റായിട്ട് ചെന്നാൽ മതി എന്നുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ എന്തോ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, വിച്ച് ഐ ഹാഡ് ടു പുട്ട് ആസ് എ ഡെപ്പോസിറ്റ് ബാങ്കിൽ, ഇവിടെ അമ്മയ്ക്ക് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ നടന്നായിരുന്നു കോളേജിൽ പോകുന്നത്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോകുന്ന വഴിയിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ഏത് ബാങ്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അന്ന് കോളേജിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ആ ബാങ്കിൽ പോയി ഈ കാശ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം കോളേജിൽ പോകാൻ. അപ്പോൾ ഞാൻ രാവിലെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് സ്ട്രെസ്ഡ് ആയിട്ട് ഇറങ്ങിയത് കാരണം അയ്യോ ഇനി ബാങ്ക് തുറന്ന് അത് ചെയ്തിട്ട് ഇനി കോളേജിൽ പോകുമ്പോൾ ലേറ്റ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ നേരത്തെ പോയി ഞാൻ ബാങ്കിൻ്റെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം അവർ തുറന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു മേ ബി ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും തുറക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോൾ തുറക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വെളിയിൽ ഞാനും ഉണ്ട്, ഒരു 10-12 മറ്റാൾക്കാരും ഉണ്ട്. എല്ലാവരും ആണുങ്ങളായിരുന്നു. കൂടുതലും ഈ എന്താ പറയുക, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പും അവർ ജോലിക്ക് പോകുന്നതിന് മുൻപുമാണ് നമ്മൾ എല്ലാവരും കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. അപ്പം അവരൊരു 10-12 പേരും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുക, ഈ ബാങ്ക് എപ്പോൾ തുറക്കും. അപ്പം ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് എന്തായാലും, കാരണം അവരും ധൃതിയിലാണല്ലോ. അപ്പം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർ ഓടി ക്യൂ നിൽക്കും, ഞാൻ എങ്ങനെ ഇടിച്ച് കയറി ക്യൂവിൽ കയറി മുന്നിൽ നിൽക്കും എന്നൊക്കെയുള്ള സ്ട്രെസ് എനിക്കുണ്ട്. കാരണം ഇവർ 10-12 പേര് നമ്മുടെ മുന്നിൽ നിന്നാൽ നാച്ചുറലി അത്രയും കൂടി പേര് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് നിന്ന് ആ പണിയും തീർത്ത് കോളേജിൽ പോകാൻ പറ്റും. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കുക, കാരണം എനിക്കും കോളേജിൽ കയറണമല്ലോ ഒരു ടൈമിന് മുമ്പ്. അപ്പം ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സമയം നോക്കുന്നു, അവിടെ പോയി സെക്യൂരിറ്റി എടുത്ത് എപ്പോൾ തുറക്കും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഈ പുള്ളിക്കാരനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. എനിഹൗ ബാങ്ക് തുറന്നപ്പോൾ ടബേ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം ഇവരൊക്കെ കയറി ക്യൂവിൽ നിന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ അത്യാവശ്യം ബാക്കിലോട്ടാണ് നിന്നത്. അപ്പോൾ എന്നെ ഈ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞൊരാളില്ലേ, ഈ പുള്ളിക്കാരൻ ബാങ്ക് തുറന്നതും ഒറ്റ ഓട്ടം ഇയാൾ ഓടി. അപ്പം ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ മനസ്സ് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാ ഇത്ര ഓവറാവുന്നത്, ഓടിപ്പോയി മുന്നിൽ കയറി അങ്ങ് നിന്നേ. ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു എന്തൊരു ഓവർ, മറ്റേ ഭയങ്കര ഒരു ഫസ്റ്റ് റാങ്കർ പോലെ. അപ്പം ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ വിചാരിക്കുന്നത് ഇനി ഇത് എപ്പോൾ തീർന്ന് എപ്പോൾ പോകാനാണോ എന്തോ. യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്. ഈ ഏറ്റവും മുന്നിൽ പോയി നിന്ന് ഈ പുള്ളി ടോക്കൺ എടുക്കണം ആ ബാങ്കിൽ. സോ ദാറ്റ് വാസ് എ തിങ്, ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ടേൺ കിട്ടാൻ. ഇയാൾ ഏറ്റവും ഓടി മുന്നിൽ പോയി നിന്നിട്ട് ഇയാൾ 2 ടോക്കൺ എടുത്തു. എന്നിട്ട് ഇയാൾ വന്ന് എൻ്റെ ഒരു ടോക്കൺ തന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇയാൾ 2 ടോക്കൺ എടുത്തു, ഒന്ന് ഇയാൾക്ക് വേണ്ടി ഒന്ന് എനിക്ക് വേണ്ടിയും. അപ്പോൾ ആൻഡ് വന്ന് ഒന്നും പറഞ്ഞൊന്നുമില്ല, വന്നു തന്നു പോയി. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഒരു സെക്കൻഡത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചല്ലോ എന്തൊരു ഓവർ സ്മാർട്ട് അയാൾ ഓടി മുന്നിൽ പോയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇയാൾ പ്രോബബ്ലി ഞാൻ അവിടെ കാരണം ഞാൻ കോളേജ് ബാഗൊക്കെ തൂക്കിയാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ കോളേജിൽ പോകാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായി കാണാം, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ധൃതിയിലാണെന്ന് അയാൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അയാൾ ഈ ഓടി ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എനിക്ക് ആ കൂപ്പൺ എടുത്ത് തന്നു, ടോക്കൺ എടുത്ത് തന്നു. ആൻഡ് അതുകൊണ്ട് ഞാനായിരുന്നു ഫസ്റ്റ്, അന്നത്തെ ബാങ്കിലെ ഫസ്റ്റ് കസ്റ്റമർ. ഞാൻ ഫസ്റ്റ് പോയി എൻ്റെ പണിയും ചെയ്ത് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ കോളേജിൽ പോയി. ആൻഡ് അയാളെ പിന്നെ ഞാൻ കണ്ട പോലുമില്ല. ആൻഡ് ഐ വാസ് സോ ടച്ച്ഡ് ബൈ ഇറ്റ്. ഇന്നായിരുന്നെങ്കിൽ 100% ഞാൻ അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തേനെ. അന്ന് നമ്മളങ്ങനെ അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഐ വാസ് സോ ടച്ച്ഡ് ബൈ ഇറ്റ്. കാരണം അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെ അറിയില്ല. എന്തോ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനിലാണ് അയാളന്ന് അത് ചെയ്തിട്ട് പോയത്. ആൻഡ് ഇറ്റ് റിയലി മേഡ് സച്ച് എ ഡിഫറൻസ് ടു ദാറ്റ് ഡേ ഓഫ് മൈൻ. കാരണം അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ലേറ്റായിട്ട് എത്തേണ്ട ഞാൻ അത്ര ലേറ്റ് ആവാതെ ഞാൻ അന്ന് കോളേജിൽ എത്തി. ഞാൻ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരാൾ ചിലപ്പം വളരെ സാധാരണ ഒരു ജെസ്ചർ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പം ഇറ്റ് ക്യാൻ മേക്ക് സച്ച് എ ബിഗ് ഡിഫറൻസ് ടു യുവർ ഡേ ഓർ മേ ബി ഈവൻ യുവർ ലൈഫ്. ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ചാണ് എനിക്ക് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നത്. ഇപ്പം ടേക്ക് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആരെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, യങ്, ഓൾഡ്, ഹെൽത്തി ഓർ അതർവൈസ്. അപ്പം ഇത്തരം ഡിസോർഡേഴ്സിൻ്റെ കേസിൽ ഒരുപാട് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൺലി ചാൻസ് ഓഫ് സർവൈവൽ എന്ന് പറയുന്നത്
ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരുപാട് പേഷ്യൻസിന് ഹോപ്പ് കൊടുക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. അതായത് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ അവർക്ക് ഒരു ചാൻസ് ഓഫ് സർവൈവൽ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് DKMS ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കടന്നു വരുന്നത്. അവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡോണേഴ്സിൻ്റെ ഒരു രജിസ്ട്രി ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള പേഷ്യൻസിനെ സഹായിച്ച് ബ്ലഡ് ക്യാൻസർ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൺലി ചാൻസ് ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മാച്ചിങ് ആയിട്ടുള്ളൊരു ഡോണറിനെ കണ്ടെത്തുക എന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് DKMS ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള പൊട്ടൻഷ്യൽ ഡോണേഴ്സിൻ്റെ ഒരു സ്ട്രോങ് രജിസ്ട്രി ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു മിഷനിൽ അവർ വളരെ ഉറച്ച് വിശ്വസിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. ഈ ഒരു കാര്യത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരാളെ സഹായിക്കാൻ, ഈ ഒരു കേസിൽ മറ്റൊരാൾക്ക് ഒരു സെക്കൻഡ് ലൈഫിന് വേണ്ടിയുള്ളൊരു ഹോപ്പ് ചെയ്യാൻ നിങ്ങൾ അധികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ യു നീഡ് ടു ഡു ഇസ് രജിസ്റ്റർ യുവർ സെൽഫ് ആസ് എ പൊട്ടൻഷ്യൽ ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ. ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ടേക്കിംഗ് എ ചീക്ക് സ്വാബ് സാമ്പിൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 5 മിനിറ്റ് സമയം ചിലവഴിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. രജിസ്റ്ററിങ് ആസ് എ പൊട്ടൻഷ്യൽ സ്റ്റെം സെൽ ഡോണർ ഇസ് ക്വിക്ക്, ഈസി ആൻഡ് ഫ്രീ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സ്വാബ് കിറ്റ് റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സ്വാബ് കിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ വരും. അത് തുറന്ന് ജസ്റ്റ് ടേക്ക് എ സ്വാബ് ഫ്രം ഇൻസൈഡ് ഓഫ് യുവർ ചീക്ക് ആൻഡ് ആ സ്വാബ് എടുത്ത ശേഷം അത് തിരിച്ച് ആ ഓൺവെലപ്പിലേക്ക് പാക്ക് ചെയ്തിട്ട് ജസ്റ്റ് റിക്വസ്റ്റ് ഫോർ എ ഫ്രീ പിക്കപ്പ്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങളുടെ ഈ സാമ്പിള് അവിടെ എത്തിക്കഴിയുമ്പം അവരത് ടെസ്റ്റ് ചെയ്യും. ആൻഡ് വൺസ് യുവർ സാമ്പിൾ ഇസ് ടെസ്റ്റഡ് 40 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഗ്ലോബൽ ഡോണർ ഡേറ്റാ ബേസിലേക്ക് ആഡ് ചെയ്യപ്പെടും. ആ രജിസ്ട്രിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെട്ടാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പേഷ്യൻറ്റിന് ഒരു മാച്ചായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അവർ. ആൻഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ് യു ക്യാൻ ഡിസൈഡ് വെദർ യു വോണ്ട് ടു പ്രൊസീഡ് വിത്ത് ഇറ്റ് ഓർ നോട്ട്. പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ, പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് പറയുന്നു. ആൻഡ് യു ആർ ദെയർ ബൈ ഗിവിങ് സംബഡി ദ ഹോപ്പ് ഓഫ് എ സെക്കൻഡ് ചാൻസ് ഇൻ ലൈഫ്. ഹൗ ഇൻക്രെഡിബിൾ ഇസ് ദാറ്റ് അല്ലേ? ജസ്റ്റ് ബൈ സേയിങ് യെസ് യു ആർ ആക്ച്വലി somewhere being a part of helping somebody live. ഇന്ത്യയിൽ ഒരു പേഷ്യൻറ്റ് അവരുടെ ഡോണർ മാച്ചിനെ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോണർ രജിസ്ട്രി അത്രയും സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു പേഷ്യൻറ്റിന് ഒരു ഡോണർ മാച്ചിനെ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കുമല്ലോ. I truly believe that when you make a choice out of compassion, it truly has the power to transform lives. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വായിക്കണം, അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ DKMS ഇന്ത്യയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ടേക്ക് എ മിനിറ്റ്, read about it and spread the word, because you never know, you might just be the hope someone is anxiously waiting for. നമ്മൾ ചിലപ്പം ചിന്തിക്കുമായിരിക്കുമല്ലോ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മാത്രം ചെയ്തെന്ന് പറഞ്ഞ് അതിനിപ്പോൾ എത്രത്തോളം ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. 10 വർഷം മുമ്പ് അന്ന് ആ ബാങ്കിൽ ആ കൗണ്ടറിൽ ആ ഒരു പയ്യൻ എന്നെ സഹായിച്ചപ്പം അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഒരു 10-12 വർഷം കഴിഞ്ഞ് ഞാനിപ്പോഴും അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലതുണ്ടാവും, ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതേപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഉള്ളുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഡോണ്ട് ഹോൾഡ് യുവർ സെൽഫ് ബാക്ക് ഫ്രം ഡൂയിങ് ഇറ്റ്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടിപ്പോൾ എന്ത് സംഭവിക്കാനാണ് എന്ന ആ ഒരു ചിന്ത നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യാതിരിക്കട്ടെ. കാരണം നമുക്കറിയത്തില്ല നമ്മൾ ചെറുതെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു കാര്യം മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാം. സോ ഡോണ്ട് ഹോൾഡ് ബാക്ക് ഫ്രം ടേക്കിംഗ് ഔട്ട് ടൈം ടു ഡു ദീസ് തിങ്സ്. ഇറ്റ് ക്യാൻ
most definitely maybe change around somebody's day or even life.